KC വേണുഗോപാൽ കല്ലറയിൽ പ്രാർത്ഥന നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അവിടെ ഇതാണ് ദൃശ്യങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചാണ്ടി ഉമ്മനോടൊപ്പം KC വേണുഗോപാലും ഒപ്പം തന്നെ മോൻസ് ജോസഫ് അടക്കമുള്ള ഘടകകക്ഷി നേതാക്കൾ, T സിദ്ദിഖ് അടക്കമുള്ളവരുണ്ട്. നേരത്തെ PC വിശ്വനാഥും ഷാഫി പറമ്പിലും എത്തിയിരുന്നു. അല്പസമയത്തിനുള്ളിൽ പ്രിയപ്പെട്ടവരെ പുതുപ്പള്ളിയിലെ കുഞ്ഞുഞ്ഞിൻ്റെ ഓർമ്മകൾ ഇരമ്പുന്ന പള്ളിയിലേക്ക്, ഖബറിടത്തിലേക്ക് മുഖ്യമന്ത്രിയും എത്തും. 12 മണിക്കാണ് മുഖ്യമന്ത്രി എത്തുക. അതിനു മുമ്പാണ് ഈ പള്ളിയിൽ ഇന്നിപ്പോൾ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അനുസ്മരണ പരിപാടി KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുക. റോഷിപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, KC എത്തി. ഇനിയിപ്പോൾ ചടങ്ങുകൾ തുടങ്ങുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കല്ലറയിൽ പോയി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം നേരെ ഓഡിറ്റോറിയത്തിലേക്കാണോ KCയും സംഘവും ഒക്കെ പോയിരിക്കുന്നത്? 12 മണിക്ക് മുമ്പ് ഈ അനുസ്മരണ പരിപാടി കഴിയുമോ? അതേ പള്ളി അങ്കണത്തിലേക്കാണ് 12 മണിക്ക് മുഖ്യമന്ത്രി വരുന്നത്. അരുൺകുമാർ, അല്പസമയത്തിനകം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങ് ആരംഭിക്കും. അത് പള്ളിയുടെ തൊട്ട് താഴെയുള്ള മൈതാനത്താണ് പ്രത്യേക ഓഡിറ്റോറിയം തയ്യാറാക്കിയത്. അവിടെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ഉൾപ്പെടെ നടക്കും. അല്പം മുമ്പാണ് KC വേണുഗോപാൽ ഒപ്പം മന്ത്രി T സിദ്ദിഖ്, മോൻസ് ജോസഫ് അടക്കം എത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയത്. ചാണ്ടി ഉമ്മൻ ഒപ്പമുണ്ട്. അപ്പോൾ കല്ലറയ്ക്ക് തൊട്ടരികിൽ തന്നെ മറിയ ഉമ്മൻ ഇരിക്കുന്നുണ്ട്. ഒപ്പം ഉമ്മൻചാണ്ടിയുടെ 2 മക്കളും ഈ അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായി ഇവിടെയുണ്ട്. അല്പസമയത്തിനകം അനുസ്മരണ ചടങ്ങ് ആരംഭിക്കുകയും ചെയ്യും. ഒരുപക്ഷെ 11:30 തന്നെ ഈ അനുസ്മരണ പരിപാടികൾ അവസാനിക്കും. അതിനുശേഷമാണ് മുഖ്യമന്ത്രി VD സതീശൻ പള്ളിയിലേക്ക് എത്തി കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുക എന്നാണ് അറിയുന്നത്. കാരണം തൊട്ടപ്പുറത്ത് ഒരു പരിപാടിയുണ്ട്, ഔദ്യോഗിക പരിപാടി VD സതീശനുണ്ട്. ആ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ കല്ലറയിലേക്ക് എത്തിച്ചേരും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചത്. ഏതായാലും ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കൾ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, PC വിശ്വനാഥ്, ഒപ്പം ഷാഫി പറമ്പിൽ തുടങ്ങിയ നിരവധി പേർ രാവിലെയൊക്കെ എത്തി കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി മടങ്ങിയതാണ്. പ്രത്യേക പ്രാർത്ഥനയൊക്കെയുണ്ട്.